സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകാനും വീടുകൾ തോറും പ്രധാന മാറ്റമില്ലാത്ത വചനം പറയുവാനൊക്കെ ദൈവത്തിൻ്റെ ജീവിതത്തിൽ അവസരം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓർക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ചില ആഴ്ചകൾ മാത്രമേ ആയിട്ട് ഇഷ്ടത്തോടെ കടന്നു വന്നിട്ടുള്ള ഇന്നും അത് കാലം പ്രകാരം ദൈവത്തെ കടന്നു വരുവാൻ കർത്താവിനെ സ്തുതിക്കാനുള്ള അവസരം കൂടെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്രകാരം പ്രാർത്ഥിച്ചു പരിവർത്തനമായി നാൽപ്പത്തിരണ്ടിൻ്റെ 16 വാക്യം. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തി, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കി. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വിളിച്ചും ദുർഘടങ്ങളെ സംഭവമാക്കി. ഞാൻ ഈ വചനങ്ങളെ വ്യക്തികളായാലും നടത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അക്ഷരീയമായ കുരുടന്മാരുണ്ടെന്നാൽ ആത്മീയമായ കുരുടാവസ്ഥയുണ്ടെന്നാൽ നമ്മൾ ദൈവത്തിൽ കടന്നുകൊണ്ടിട്ടും ആത്മീയമായിട്ടും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയില്ല. എങ്ങനെ അടുത്ത ചൂട് വെക്കണമെന്ന് അറിയാത്ത അവസ്ഥയില്ല. ദൈവമക്കളായിരിക്കുന്ന അവസ്ഥയില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അടുത്ത ചൂട് എന്ത് വെക്കണമെന്ന് അറിയാതെ കടന്നുപോയ അവസരങ്ങളുണ്ട്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അറിയാത്ത പാതകളിൽ കൂടെ ഞങ്ങൾ നടത്തിയ ഒരു ദൈവമാണ്. ആ ദൈവത്തെ പകൽക്കാലം ഞങ്ങളോട് സ്തുതിക്കുവാണ്. അറിയാത്ത പാതകളിൽ കൂടെ ദൈവം ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ ഞങ്ങളോട് സ്തുതിക്കുവാണ്. ദൈവം വ്യക്തമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്രകാരം അറിയാത്ത വഴിയിലൂടെ അറിയാത്ത പാതകളിലൂടെ നടക്കുമ്പോൾ മുമ്പിലുള്ള ദുർഘടങ്ങളെ സമഭൂമിയാക്കി ഇരുട്ടിനെ വെളിച്ചമാക്കി അവരോടുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുമെന്ന് പറഞ്ഞ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തെ ഓർത്തിന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാണ്. അടുത്ത ചുവട് വെക്കുവാൻ അറിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുവെന്നില്ല. അവരെ ദൈവം വ്യക്തമായി ദൈവത്തിന്റെ വഴിയിലൂടെ തന്നെ നടത്തി അവരുടെ മുമ്പിലുള്ള ദുർഘടങ്ങളെ സമഭൂമിയാക്കി അവരുടെ മുമ്പിലുള്ള ഇരുട്ടിനെ ഖണ്ഡിച്ച് അവരുടെ മുമ്പിലുള്ള ഇരുട്ടിനെ വെളിച്ചമാക്കി അവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാണ്. ദൈവം ഇന്ന് പകൽക്കാലം വിശ്വസ്തനാകിയാൽ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ്. അപ്രകാരം ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം ഞങ്ങളെയും ഇടയാക്കുന്നതിനാൽ ദൈവിക വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടേണ്ടതിനാൽ ദൈവദാസിനെ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ദൈവം ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവസഭയെ കാണുന്നു. മനസ്സിലായി ഞാൻ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ മാറി മാറി വരുന്നതോറും ഈ പിന്നൊക്കെ ചില പ്രാണികൾ ഈ വരകിനകത്ത് ചില തണുപ്പുള്ള വരകിനകത്ത് ചില പ്രാണികൾ ഇരിക്കുന്നത് മകത്ത് വായിക്കുന്നു. യോഹന്നാൻ പത്രോസിൻ്റെ ഏകാന്തത്തിലായിരുന്നപ്പോൾ ഈ രാത്രിയായി തണുപ്പൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ വറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കത്തിക്കാനുള്ള വാഴയിലൊക്കെ കത്തിച്ച് ഒരു വറകിൽ നിന്ന് ഒരു അണലി ചാടി പുറത്ത് വന്ന് കടിച്ചു എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ മർമ്മം എന്താണ്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആരാധിച്ച് തുടങ്ങി കഴിയുമ്പോൾ ചില അണലികൾ ചാടി പുറത്ത് വരാൻ. കാരണം ഇതുവരെ തണുത്തിരുന്നതാണെന്ന് ഞാൻ തണുത്തിരുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ചൂടാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തകർന്ന് എടുത്ത് ചാടി തുടങ്ങി എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ വീണ്ടും പണി ലഭിക്കുന്നു. വീണ്ടും തണുത്തു പോലുള്ള നൊന്താൻ കത്തി ദൈവത്തിന് ശോഭിക്കുന്ന വാളായി തീരുവട്ടമാണ് ദൈവത്തെ അനുഗ്രഹിക്കുന്നത് എന്ന് ഒരുക്കുമാറാകണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും എന്നെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ലോകപരമായ എല്ലാ ദൈവസന്നിധിയിൽ ദൈവത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റാണ് ജീവിതത്തിൽ പാട്ടുകൾക്ക് പറയാനായിട്ട് നിങ്ങളെല്ലാവരും സമയം ദൈവാസനം ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സന്തോഷം വാക്യം വായിച്ചുകൊണ്ട് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു. സംഘത്തിന് മുമ്പത്തെ 1-2 പാട്ട് സൈനികളുടെ പോലെ തിരുവാസം എത്തുകൊണ്ട് ഹോമന പ്രകാരം വായിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും പാട്ടുകൾ ദൈവം ഇവിടെ വച്ച് പരിചയപ്പെട്ട് 20 മിനിറ്റ് പ്രയോജനത്തിൽ സംസാരിക്കാൻ സാക്ഷ്യങ്ങൾ സാക്ഷ്യം. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി നിങ്ങളുടെ കൂടെ അയൽപ്പാൻ കർത്താവ് നൽകിയ സാവകാശത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ വർഷം അല്ലല്ല ഈ 2023 വർഷം ഡിസംബർ മാസത്തിൻ്റെ ഈ 3-ാമത്തെ
കത്രോസും ദൈവസ്ഥലി ആയിരിക്കും കർത്താവ് നമ്മളെ സഹായിച്ച് വൻകൃപയ്ക്കായി സ്വതം ചെയ്യുന്ന ഈ 10-ാം തീയതി വരെയും കർത്താവ് നമ്മളെല്ലാവരെയും ഉള്ളങ്കയിൽ വഹിച്ച് വൻകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്വതം ചെയ്യുന്നു. കർത്താവിൻ്റെ നിത്യസ്നേഹത്തിന് ആഴവും ഉയരവും നീളവും വീതിയും ഇന്ന് പകലും അനുഭവിപ്പാൻ നമുക്ക് കർത്താവ് നൽകിയ ആരോഗ്യത്തോർത്ത് കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. വളരെ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു ആഴ്ചയും കർത്താവ് നമ്മൾ ഉള്ളങ്കയിൽ വഹിച്ചത് വ്യർത്ഥമായി ഇല്ല എന്ന് വ്യക്തമായി ഇന്ന് ഞായറാഴ്ച നമുക്ക് പറയാൻ സാധിക്കും. അല്ല, ഓരോ ദിവസം നമുക്ക് പറയാൻ സാധിക്കുന്നത് ക്രിസ്തു എന്ന പാറയിൽ ദൈവത്തിന് ആത്മാവ് നമ്മളെ നിലനിർത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. നമ്മുടെ നാമേൽ കർത്താവ് നൽകിയ പുതിയ പാട്ടുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. ആ ഒരു കഴിഞ്ഞ ഒരാഴ്ചയും കർത്താവ് നമ്മളെ പരിപാലിച്ചുള്ള ആയുസ് മാർഗം നൽകിയ ദൈവസ്ഥലിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മുടെ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. ഇവരായിരിക്കും കർത്തദാസൻ വിജയ് പാസ്റ്റർ കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്ന കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളിവിടെ ഈ ദേശത്ത് ആയിട്ട് 3 ആഴ്ച ആയുള്ളൂ. ഇവിടെയും ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടെ അടുത്തുള്ള IPC സഭയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയി തിരിച്ച് മടങ്ങി വരുമ്പോൾ ഇവിടുത്തെ ബോർഡ് കണ്ടപ്പോഴാണ് കയറി വന്നപ്പോൾ സൗഹൃദയെ കണ്ടത്, പേര് ശ്യാമള സൗഹൃദയെ കണ്ട് പരിചയപ്പെടുവാനും വരുന്ന ഞായറാഴ്ച നിങ്ങൾ കടന്നു വരാൻ ആവശ്യപ്പെട്ടു. സ്തോത്രം. മാത്രമല്ല വളരെ സന്തോഷം തോന്നി ഇവിടെ വന്നപ്പോൾ. കർത്താവിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. കർത്താവ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചില നാൾക്ക് ശേഷമാണ് ഒരു സഭയിൽ പോകുമ്പോൾ പുതിയ ആൾക്കാരെ കാണുന്നത്, പുതിയ ആൾക്കാർ വരുന്നത്. പുതിയ ആൾക്കാരെ എങ്കിലും തന്നെ ഇവിടുത്തെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. സ്ഥാനപ്പെട്ട് പുതിയ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ തന്നെ പുതിയ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവപ്രകാരം കർത്താവ് നിങ്ങളെ നയിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് കടന്നു വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുന്നത് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളിവിടെ വരുന്നത് പോലെ തന്നെ ദൈവസഭയിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. 2 പേർക്ക് ഒരുപോലെ ആകണം. ഒരു വഴി കാര്യം നടക്കില്ല. സ്വന്തം കർത്താവ് 2 വഴിയാണ് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. യേശുവിൽ നിന്ന് പലതും പ്രാപിച്ച് പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ആ യേശുവിൻ്റെ കാലത്തും കർത്താവ് ഇഷ്ടംപോലെ നന്മകൾ, കുറേ അനുഗ്രഹങ്ങൾ, കുറേ സൗഖ്യം കർത്താവ് പലർക്കും കൊടുത്തല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ കർത്താവ് അത് സൗജന്യമായി കൊടുത്തു. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന അതല്ല ദൈവത്തിന് മക്കളായി തീരുവാൻ. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. തൻ്റെ ശരീരം, മോൻ പാടിയ പാട്ട് സ്തോത്രം, അതേ കർത്താവ് നൽകിയ കാൽവരി ക്രൂശിൽ മരിച്ചത് നമ്മളെ ദൈവം മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് നഷ്ടപ്പെട്ട ആ സ്തോത്രം സൗഭാഗ്യങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ട ആത്മീയ നന്മകൾ നേടാൻ വേണ്ടിയാണ്, അത് വീണ്ടും ലഭിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ സ്ഥാനം നമുക്കുണ്ടായിരുന്നു. എവിടെയാണ്? ഏദേൻ തോട്ടം. അല്ല, പിതാവിനോട് കൂടെയുള്ള വാഴ്ച. ആ വാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവാദയും അവന് നൽകിയതും അവൻ താൻ തന്നെ വചനം പഠിപ്പിക്കുന്നത് യേശു താൻ തന്നെ സമർപ്പിച്ചു. യേശു താൻ തന്നെ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? മനുഷ്യൻ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ആ ആത്മീയ അവസ്ഥയിലെ സ്വന്തം മാറ്റം തരാൻ വേണ്ടി, നമ്മളെ ദൈവമക്കളാക്കി തീർക്കാൻ വേണ്ടി, നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വീണ്ടും നൽകാൻ വേണ്ടിയാണ്. ഒരു കാലത്ത് അന്യഭാഷകൾ സംസാരിച്ച ആദാമും ഹവ്വയും അത് നഷ്ടപ്പെട്ടു പോയവർക്ക് വീണ്ടും അത് യേശു ക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യനോടല്ല എന്ന് പൗലോസ് പറയുന്നു, വ്യക്തമായി പറയുന്നു. മനുഷ്യനോടല്ല, പിന്നെയോ അവൻ സർവശക്തനായ ദൈവത്തോട്, നമുക്ക് ജീവൻ നൽകിയ, രക്ഷ നൽകിയ ദൈവത്തോട് സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? വെറുതെ വളവള സംസാരിക്കുകയല്ല. ആവശ്യങ്ങൾ, അവൻ വൻ കാര്യങ്ങൾ സംസാരിക്കുന്നു, മർമ്മങ്ങൾ സംസാരിക്കും. മർമ്മത്തിൽ സ്തോത്രം. അതേ, നമ്മുടെ വീടോ, നമുക്ക് വീടില്ലെങ്കിൽ വീടിൻ്റെ കാര്യമോ, മക്കളില്ലെങ്കിൽ മക്കളുടെ കാര്യമോ, വണ്ടിയില്ലെങ്കിൽ വണ്ടിയുടെ കാര്യമല്ല. പിന്നെ എന്താ സ്തോത്രം? ഇവിടെ ചൈനയിലിരിക്കുന്ന, ഈ ലോകത്തിൽ ചൈനയിലായിരിക്കുന്ന ഒരു മകന് വേണ്ടി, ഒരു ദൈവമക്കൾക്ക് വേണ്ടി, അവിടെയുള്ള പാസ്റ്ററിന് വേണ്ടി അവർ കഷ്ടം അനുഭവിക്കും. ബ്രസീലിലുള്ള ഒരു വിശ്വാസിക്ക് വേണ്ടി, ഒരു സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ആത്മാവിൽ ഇന്ന് പകലും ആരാധിച്ച് കഴിഞ്ഞു. സ്തോത്രം. നാം അറിയാതെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? മർമ്മങ്ങൾ സംസാരിച്ചു. എന്ത്? വീടില്ലാത്ത എനിക്ക് വീട് തരാൻ വേണ്ടിയല്ല, മക്കളില്ലാത്ത എനിക്ക്, അത് യാഥാർത്ഥ്യമാണ്, മക്കളില്ലാത്ത ഞങ്ങൾക്ക് മക്കൾ തരാൻ വേണ്ടിയല്ല. പിന്നെയോ ആത്മീയ മർമ്മങ്ങൾ. അവിടെ കഷ്ടപ്പെടുന്ന ഒരു ആത്മാവിന് വേണ്ടി, അവിടെ കഷ്ടപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി, അവിടെ ജയിലിലായിരിക്കുന്ന ഒരു പാസ്റ്ററിന് വേണ്ടി അല്ല, ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ബീഹാറിൽ അയക്കുന്ന പാസ്റ്ററിന് വേണ്ടി, ഇവിടെ അവർ ജയിലിലായിരിക്കുന്ന പാസ്റ്ററിന് വേണ്ടി വേണ്ട. ഈ ചെങ്ങന്നൂരിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒറ്റയ്ക്ക് വിശ്വാസം വേണ്ടി ഇറങ്ങിയ ഒരു സഹോദരിക്ക് വേണ്ടി, വിശ്വാസ നിമിത്തം ഇടിയും ഇന്നും കൊള്ളുന്ന ഒരു സഹോദരിക്ക് വേണ്ടി, നിങ്ങൾ പേരറിയാതെ, നാളറിയാതെ, വീടറിയാതെ ഇന്ന് ആത്മാവ് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് വന്നത് നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഈ ലോകത്തിലെ, കാരണം ഈ ലോകത്തെ സകലവും നശിച്ചു പോകും, അല്ലേ? ഈ ലോകത്ത് എന്ത് തൊട്ടാലും നശിച്ചു പോകും.
നമുക്ക് നല്ലോണം അറിയാം, ബൈബിളിൽ എഴുതിയ കാര്യമാണ്. പക്ഷെ നമുക്ക് നല്ലോണം അറിയാമല്ലോ, അത് തുരുമ്പായാലും ഇരുമ്പായാലും അത് മരമായാലും എന്തായാലും സകലവും ഉപയോഗത്താലും അല്ലാതെയും നശിച്ചു പോകും. പിന്നെ എന്തിനു വേണ്ടി നമ്മളിവിടെ ഭാരപ്പെടുന്ന സ്തോത്രം? യേശു പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു. എവിടെ? സ്വർഗത്തിൽ. ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അല്ലേ? ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ഭവനം, എനിക്കൊരു ഭവനം, രാകേഷ് എനിക്കൊരു ഭവനം, ശോഷമായ എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു ഭവനം. കാരണം അവിടെ പോയ ഭാര്യ ഭർത്താവ് ഇല്ലല്ലോ, മക്കൾ. പിന്നെന്താ? അവിടെ നമ്മുടെ കാന്തനായ യേശുവിനെ കാണാൻ പോവാണ്. പ്രൈസോ, നാം ഇന്ന് വ്യക്തമായി കാണാത്ത അതേസമയം മുഖമൂടിയായി കാണുന്ന യേശുവിൻ്റെ മുഖം, അത് തേജസ്സേറിയ മുഖം, പ്രൈസോ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖം, വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ അത് അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളിൻ്റെ മുഖം, അവൻ്റെ ഹല്ലേലൂയ, അവൻ്റെ ആ ശരീരം, അവൻ്റെ ആ രൂപം പൂർണ്ണമായി കണ്ട് നാം ആരാധിക്കാൻ പോകുന്ന ദിവസങ്ങൾക്കായി ഞാൻ അധികം ദൈവമക്കളെ അധികം നാൾ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരുങ്ങിയിരിപ്പാൻ ആ 5 കന്യകമാരെ പോലെ ഒരുങ്ങിയിരിപ്പാൻ ദൈവാത്മാവ് നമ്മൾ ആഗ്രഹിക്കുന്നു. നാം വായിച്ച സംഗീതത്തിൽ നിന്ന് ആ ഒരു വാക്യം, 1-2 വാക്യങ്ങൾ വേഗത്തിൽ ഞാൻ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഗീതങ്ങൾ 66-ന്റെ 11 വാക്യം, 11-12 വാക്യങ്ങൾ. ദൈവാത്മാവ് എനിക്ക് നല്ല അതിനോട് ചേർന്ന് തന്നെ ഒരു വാക്യം ആയതുകൊണ്ട് അത് പ്രാരംഭത്തിൽ വായിച്ച് വേറെ 2 വാക്യങ്ങൾ കൂടി വായിച്ചാണ് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. നീ ആര്? സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായവനെ ഒരു കാലത്ത് അങ്ങ് വെടിവെച്ചു. പക്ഷെ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ, അത് ഈ ആത്മീയ ജീവിതം വന്നപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? വീണ്ടും ചില സംഭവങ്ങൾ, ചില വലകൾ നീ തന്നെ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. മുതുകത്ത് ഒരു വലിയ ഭാരം നാം തന്നെ വെച്ചതാണ്. പക്ഷെ ദൈവം മനഃപൂർവ്വമായി വെച്ച്. എന്ത്? കടത്തിന് ഭാരം, രോഗത്തിന് ഭാരം, മക്കളില്ലാത്ത ഭാരം, വീടില്ലാത്ത ഓരോ ഭാരം ദൈവം മനഃപൂർവ്വമായി വെച്ചു. എന്തിനു വേണ്ടി? അവനെ കൂടുതൽ രുചിച്ചറിയുവാൻ, പ്രൈസ് ദി ലോർഡ്, അവനെ കൂടുതൽ സ്നേഹിപ്പാൻ, നശിപ്പിക്കാൻ വേണ്ടിയല്ല. കാരണം നാശത്തു നിന്നാണ് നമ്മളെ കൈപിടിച്ച്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം നിർബന്ധമില്ല. ഈ ചെളി കൊണ്ടുമല്ല, നമ്മുടെ ഈ കക്കൂസല്ലേ, കക്കൂസാകുന്ന പാപത്തിലായിരുന്നു ഞാൻ എൻ്റെ കാര്യം പറയും, നിങ്ങളുടെ കാര്യമല്ല, സ്തോത്രം. പക്ഷെ അങ്ങനെയാണ് ശരിക്കും. കാരണം പാപം അങ്ങനെ ഒരു കാര്യമാണ്, സ്തോത്രം. അത് നിസ്സാര കാര്യം. ആണെങ്കിൽ പാപം എന്താണ്? കക്കൂസിൻ്റെ ചെളി ടാങ്കിലല്ലോ, കക്കൂസ് ടാങ്ക്, അതുപോലത്തെ അഴുക്ക പാപം എന്ന് പറയുന്ന കാര്യം. അതിലേക്ക് യേശു എന്ത് ചെയ്തു? തൻ്റെ നല്ല കൈകളിട്ടു. രാകേഷിനെ കൈ പിടിച്ച് ഉയർത്തി. രാകേഷ് തൻ്റെ സ്വന്തം രക്തത്താൽ കഴുകി എന്ന് ക്രിസ്തു എന്ന പാറയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് തൻ്റെ നല്ല ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്ന് അന്യഭാഷയിൽ സംസാരിപ്പാൻ, അന്യഭാഷയിൽ ആരാധിക്കുവാൻ കർത്താൻ ആത്മാവ് ഇന്നും എന്നെ സഹായിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നിസ്സാര കാര്യമല്ല യേശു ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്രയും വലിയൊരു അനുഭവമാണ് കർത്താവ് നമുക്ക് തന്നത്. അപ്പോൾ വീണ്ടും ആ കർത്താവ് വീണ്ടും തള്ളിയിടുവോ? പിശാചിന് മുമ്പാകെ തള്ളിയിടുവോ? അല്ല, ഇല്ല. സ്തോത്രം. വചനം പറഞ്ഞ പിന്നെ എന്തിനാ? അതേ മുതുകത്ത് ഭാരം തന്നത്, അവൻ വലയിൽ അകപ്പെടുത്തിയത് എന്തിനാ? വായിച്ചോ. തലമേൽ ഓടുമാണ് മനുഷ്യൻ, നമ്മുടെ തലയിൽ കൂടി ഓടുകയാണ്. എവിടെ പോയാലും ഞങ്ങൾ ഈ ദിവസങ്ങൾ ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരിക്കുക. തൊട്ടേലും പിടിച്ചാലും കണ്ട ഈ വെള്ള വസ്ത്രം ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഞാൻ പ്ലെയിൻ ഷർട്ട് ഇടും, പക്ഷെ എല്ലായിടത്തും പോകുമ്പോൾ വെള്ള വസ്ത്രം കൊടുക്കും. മീറ്റിങ്ങിലൊക്കെ പോകാറുണ്ട്. പിന്നെ ചിലപ്പോൾ എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഷർട്ടുകൾ കൂടുതലാണ്. അത് എൻ്റെ അപ്പച്ചൻ്റെയാണ്. ഞാൻ മേടിച്ച കൂടുതൽ ഷർട്ടുകൾ എനിക്കുള്ളത് എൻ്റെ അപ്പച്ചൻ്റെയാണ്. 20 വർഷം മുമ്പും 30 വർഷം വരെ എൻ്റെ അപ്പച്ചൻ മുമ്പേ മേടിച്ച ഷർട്ട് ഞാൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഞാനതൊരു ദേവദാസനോട് പറഞ്ഞപ്പോൾ ആ ദേവദാസന് പുച്ഛം തോന്നി. പിന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല. ആ പാസ്റ്റർ പാസ്റ്റർ എന്നോട് പാസ്റ്റർ നല്ല ഷർട്ടാണല്ലോ, നല്ല സൂപ്പർ ഷർട്ടാണല്ലോ. ഞാൻ പറഞ്ഞ അപ്പച്ചൻ്റെയാണ്. ഓ ആണോ? ഞാൻ പറഞ്ഞ 20 വർഷം പഴക്കമാണ്. അപ്പച്ചൻ മരിച്ചും പോയി. അപ്പച്ചൻ മരിച്ചുപോയ ആളുടെ ഷർട്ട് ഇടാൻ പറ്റുമോ? ഇതാ ഈ പാൻറ്റ്, ഇപ്പോഴത്തെ ഈ പാൻറ്റ് ഇതാ എൻ്റെ അപ്പച്ചൻ്റെയാണ്. പക്ഷേ എനിക്ക് വണ്ണം കറക്റ്റാണ്. എന്നെക്കാളും അല്പം കൂടി ഹൈറ്റ് കൂടുതലും ഒരു പട്ടാളക്കാരനായിരുന്നു, യോഗ്യനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ എനിക്കത് ഫിറ്റാക്കി കർത്താവ് തന്നു. അപ്പച്ചൻ മരിച്ച ശേഷം 9 വർഷമായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ്. ഭയമില്ല. കാരണം എന്താണ്? എൻ്റെ അപ്പൻ്റെ ആത്മാവ് പോയി. സ്തോത്രം. പക്ഷെ ഞാൻ ഉടുക്കുന്ന ഹല്ലി അത് എന്താ ഉടുത്താൽ പോരെ? കർത്താവിനെ അടുക്കുക. കർത്താവ് എനിക്ക് കമ്പനികളുടെ പേര് പോലും അറിയില്ല. വലിയ കമ്പനികളൊന്നും ഉണ്ടല്ലോ, അതോ പേര് പോലും കാരണം മേടിച്ചിട്ടില്ല, വർഷങ്ങളായിട്ട് മേടിച്ചില്ല. എൻ്റെ അപ്പൻ എന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃപയാ സ്തോത്രം. ഉടുക്കാൻ വസ്ത്രമുണ്ടല്ലോ, പാർക്കാൻ ഒരു ഭവനമുണ്ടല്ലോ, വെയിലും നമ്മൾ പറയുന്ന വെയിലും മഴയും കൊള്ളാതെ ഒരു വീടുണ്ടെങ്കിൽ അത് വാടകയ്ക്കായാലും വാടക കാശ് കൊടുക്കാൻ കർത്താവ് ഇന്നും വിശ്വസത്തോടെ നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്തിയെങ്കിൽ ആ കർത്താവ് നന്ദി പറയണം. വീട് ഇവിടെ ഇല്ലെങ്കിലും അവിടെ വീട് ഉറപ്പിക്കണം. ഇവിടെ വീടില്ലെങ്കിൽ അവിടെ വീട് ഉറപ്പിക്കണം. ഇവിടെ മക്കളില്ലെങ്കിലും ആത്മാവിൽ ആത്മീയ മക്കളെ നിങ്ങൾ അതേ എന്താ ആത്മീയ മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയൽവാസികളെ, കുടുംബക്കാരെ, രക്ഷിക്കപ്പെടാത്ത രക്ഷയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം.
കരയണം, അവർക്ക് വേണ്ടി ഇടുന്നത് കരയണം. കരഞ്ഞാൽ മാത്രം മതി. പിന്നെ കർത്താവ് ആത്മാവിൽ ബലപ്പെടുത്തും. ഒരു വാക്കെങ്കിലും പറയുവാൻ, എന്താണ്? ഈ യേശു എന്നെ വിടുവിച്ചു, പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. സ്തോത്രം. വായിച്ചു വേണ്ടി തലമേൽ ഓടുമാറാക്കി. പാസ്റ്റർ എന്ന് പറയുമ്പോൾ എവിടെ പോയി? കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജ് മേടിക്കാൻ പോയി. അവിടെ ഞാൻ സാധാ വേഷം ഇട്ടിട്ട് ആ മനുഷ്യൻ വന്നിട്ട് മസ്കി അടിച്ചാണോ എന്തായാലും എന്നോട് പറഞ്ഞു, ഇവിടെ പോകുന്ന ഇടയിലെല്ലാം ആൾക്കാർ പറയും പാസ്റ്റർ എൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ സഭയിൽ പോകുമ്പോൾ ചിലപ്പോൾ പാസ്റ്റർമാർ എന്നെ അവഗണിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം, പോട്ടെ, അത് ഇതിനകത്ത് പെട്ടതാണ്. പക്ഷെ അവിശ്വാസം കാണുമ്പോൾ എല്ലാം പിന്നെ ഞാൻ കളിയാക്കി എൻ്റെ ഭാര്യയോട്, നിന്നെ കണ്ടിട്ടാണ്, കാരണം നീ കമ്മനമാലൊന്നും ഇട്ടിട്ടില്ല, അപ്പം എന്നെ പെന്തകോസ്. പക്ഷേ എല്ലാ പെന്തകോസുകാരും പാസ്റ്റർമാരെ ഭാര്യമാരല്ലല്ലോ. അപ്പോൾ എന്നെ കണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ കൃത്യമായി പാസ്റ്റർ അല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പൈസ. പറയും ഇവിടെയുള്ള ആൾക്കാർ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട്, തിരുവക്കാർ, എൻ്റെ ഭാര്യ തിരുവക്കാരി ആയതുകൊണ്ട് എനിക്കറിയാം. 5 രൂപ ചോദിച്ചാൽ 100 രൂപ കൊടുക്കുന്ന ടൈപ്പാണ് ഇവിടെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ പാസ്റ്റർമാർ. കാരണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ ഇല്ല. ഞാൻ ആ കൂട്ടത്തിലാണ്, ഞാൻ ഇല്ലാത്ത കൂട്ടല്ല. കർത്താവ് കൊണ്ട് അവർക്ക് കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവൻ അമേരിക്കയിൽ വരുമ്പോഴത്തേക്ക് ചാടി എന്ന് ഒരുത്തൻ മീൻ ചോദിച്ചാൽ ഞാൻ നേരിട്ട് കണ്ടതാണ്, അനുഭവിച്ച 20 വർഷം മുമ്പ് കല്യാണം കഴിച്ച് വന്ന സമയത്ത് തിരുവല്ലയിൽ പോയപ്പോൾ ഒരു കവളിൽ നിൽക്കുമ്പോൾ പാസ്റ്റർ വന്ന് വേറെ ഇറങ്ങി വണ്ടിയിൽ ഇറങ്ങി വന്ന് അവൻ മീൻ വിറ്റുകൊണ്ടിരിക്കുക. അതിനു മുമ്പേ കണ്ട അവിശ്വാസിയായ ഒരാൾ കണ്ടപ്പോൾ അവൻ പറഞ്ഞ 5 രൂപയുടെ മീൻ, ഒരു ഉദാഹരണം, 5 രൂപയുടെ മീൻ. പാസ്റ്റർ കാണുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് 100 രൂപ. പാസ്റ്ററിന് 100 രൂപ ഉള്ളോ? അന്നെന്താ മീൻ പിടിച്ചത് 150. അവൻ 100 രൂപ ആവശ്യപ്പെട്ടുള്ള 95 രൂപ കൂട്ടിയാൻ പറഞ്ഞു. 100 രൂപ പറഞ്ഞപ്പോൾ പാസ്റ്റർ എടുത്ത് എന്ത് കൊടുത്തു? 150. ബാക്കി വേണ്ട പാസ്റ്ററെ, വേണ്ട കുഴച്ചോന്ന്. സ്വന്തം. പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ നമ്മുടെ അതിൽ ഈ 100 ഉള്ളത് 5 രൂപ ആക്കാൻ വേണ്ടി ഞങ്ങളുടെ താല്പര്യം, മാനുഷ്യമായ എൻ്റെ താല്പര്യം. കാരണം എൻ്റെ അത്ര ഇല്ല. സ്വത്രം. പക്ഷെ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പം തലമേൽ ഓടുമാറാക്കുന്ന ഓട്ടോ പോയാലും 30 രൂപയുടെ ഓട്ടോ 40 രൂപ മേടിക്കും. ഇത് പറയും, നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? കാരണം ഏറ്റവും അധികം കാര്യമില്ല, കമ്മനമാല ഇല്ലാത്തതുകൊണ്ടാണ് അധികം ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റർ സൗമ്യനായിരിക്കും. വിശ്വാസി, പാസ്റ്റർ മാത്രമല്ല വിശ്വാസി പെന്തക്കോസ്തുകാർ അവർ സൗമ്യരായിരിക്കും. അവർ ഒന്നും മറുത്ത് പറയും. 100 പറഞ്ഞാൽ 100 തന്നെ അവർ തരും. എന്നാൽ നമ്മുടെ ആൾക്കാർ വെപ്പ് ആയിക്കോട്ടെ കർത്താവേ നീ അങ്ങനെ ചെയ്യണം, പക്ഷെ എൻ്റെ കൈകളെ ബലപ്പെടുത്തണം. കാരണം അവിടെ വെച്ച് എനിക്കൊന്നും പറയാൻ ഇടവരല്ലേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ അവിടെ പറയാണ്, അതെ, മനുഷ്യരെ നമ്മൾ തലമേൽ ഓടുമാറാക്കുന്ന അനുഭവം. വായിച്ചോ? തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വെള്ളത്തിന് അനുഭവം വന്നല്ലോ. ചെങ്ങന്നൂർക്കാർക്ക് നല്ലോണം അറിയാം. ഞാൻ ആലുവക്കാരൻ, ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾക്ക് പിന്നെ വെള്ളം പൊങ്ങി കയറി വന്നില്ല, പ്രശ്നമില്ല. പക്ഷേ 90% ഞങ്ങൾ ആലുവയിൽ മുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടേക്കെല്ലാം കുറേ ഭാഗങ്ങൾ മുങ്ങിപ്പോയ അനുഭവമാണ്. വെള്ളത്തിൽ കൂടി കടന്നുപോയി. എന്തിനു വേണ്ടി? സ്തോത്രം. നമ്മുടെ പഴയ മനുഷ്യനെ ഒന്ന് കൊല്ലുവാൻ, നമ്മുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. മറവി നമുക്കുണ്ട്. വചനം ഇന്ന് പറഞ്ഞ വചനം നാളെ ചോദിച്ചാൽ മറന്നു. പക്ഷേ 10 വർഷം മുമ്പേ, അത് വിശ്വാസത്തിലായിരിക്കുമ്പോഴോ വിശ്വാസം മുമ്പെയോ എൻ്റെ അയൽവാസി എന്നോട് പറഞ്ഞ ഒരു വാക്ക്, എടീന്ന് വിളിച്ചത് ഞാൻ 20 വർഷം കഴിഞ്ഞാൽ മറക്കൂല. നിങ്ങളെവിടെ എടീന്ന് വിളിക്കുന്ന എനിക്ക്, ഞങ്ങളവിടെ എടീന്ന് അടാന്ന് വിളിക്കും. പക്ഷേ എനിക്ക് ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എടിയും അടാന്ന് വിളിക്കുന്നത്. അത് വീട്ടിലായാലും പഠിപ്പിക്കുന്ന ഞങ്ങൾ BBS പിള്ളേരോടും സൺഡേ സ്കൂളിൽ പിള്ളേരോടും പറയുന്ന കാര്യം, നിങ്ങൾ ഒരിക്കലും എടീന്നും അടാന്നും വിളിക്കില്ലെന്ന്, ഒരിക്കലും. മക്കൾ സ്വന്തം ഞങ്ങളെ ഭാഗത്ത് ഇഷ്ടംപോലെ ഉള്ള കാര്യമാണ് പേടി. അപ്പോൾ അങ്ങനത്തെ ഭാഷകളൊന്നും ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമല്ല. സ്വതന്ത്രം. പക്ഷെ ഞങ്ങളുടെ ദേശത്തിലുള്ള ഒരു കാര്യമാണ്. അതുമേ ജയിക്കണമെങ്കിൽ ആത്മശക്തി വേണം. ആത്മശക്തിയാലേ അത് ജയിക്കുവാൻ സാധിക്കുള്ളൂ. വായിച്ചുണ്ട്. എങ്ങോട്ട് വേണ്ടിയാ? സമൃദ്ധിയിലേക്ക്. ഏത് സമൃദ്ധി? ഒരു വീടുകളിൽ തന്നെ 2 വീട് കൊടുക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് കഷ്ടപ്പെട്ടു പോകും. ഈ കേരളത്തിലെ 20 ലക്ഷം ആൾക്കാരാണ് കഴിഞ്ഞ ദിവസം ശാരോണ സഭയിൽ അവർ കണക്ക് പറഞ്ഞു. ഏകദേശം ഒരു ബൈബിൾ സ്കൂൾ പഠിപ്പിക്കുന്ന സാറ് അനീഷ് കൊല്ലം കൊടുത്തു. ഞാൻ പറഞ്ഞു 20 ലക്ഷം എഴുതപ്പെട്ടതും രജിസ്റ്റർ ചെയ്യാത്തതായി 20 ലക്ഷം പെന്തക്കോസ്തുകാരേ ഉള്ളൂ ഈ കേരളത്തിൽ. 3 കോടി ക്രിസ്ത്യാനികളുണ്ട്. അതിൽ നിന്ന് 20 വേണ്ട പോട്ടെ 30 ലക്ഷം പിടിച്ചോ, 30 ലക്ഷമേ ഉള്ളൂ. ഞാൻ ഭാരപ്പെട്ടു. ഞാൻ ആദ്യ ദിവസം വന്ന ഞായറാഴ്ച AG ടൗൺ സഭയിലാണ് പോയത്. അവിടെ പറഞ്ഞൊരു കാര്യമാണ്, സാക്ഷ്യം 5 മിനിറ്റ് സാക്ഷ്യം തന്നപ്പം അവിടെ നിന്ന് എഴുതി പറഞ്ഞ കാര്യം ആത്മഭാരത്. കാരണം ഗൂഗിൾ നോക്കിയപ്പോൾ സഭയൊന്നും കണ്ടില്ല, വളരെ കുറച്ച് സഭകൾ കണ്ടുള്ളൂ. ടൗൺ സഭ കഴിഞ്ഞാൽ പിന്നെ അവിടെ പണിതലത്ത് ആ ഭാഗത്തോടെ AG കണ്ടത്. IPCയിൽ അതുപോലെ 1-2 ഉള്ളൂ. ഞാൻ അന്തം വിട്ട് കർത്താവിനോട് കാര്യം, കർത്താവ് ഇത് പെന്തക്കോസ്തിന് കോട്ടകളുള്ള സ്ഥലമാണ് തിരുവല്ല, കുമ്മനാട്, ചെങ്ങന്നൂരൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന് നോക്കിയപ്പോഴാണ് സഭയുടെ കുറവാണ്. അവിടെയും പറഞ്ഞ കാര്യം, കഴിഞ്ഞ ആഴ്ച IPCയിലും പറഞ്ഞ കാര്യം, ഇടവിട്ട് 5 കിലോമീറ്റർ ഇടവിട്ട് അത് ഓരോ സഭകൾ സ്ഥാപിക്കപ്പെട്ട ഇവിടുത്തെ സെക്ഷനോ AG മലയാളം ഡിസ്ട്രിക്റ്റിലെ ദേവദാസന്മാർക്ക് ഒരു പിണക്കവും ഉണ്ടാവോ? പിണക്കമുണ്ടാവോ? ഇതിനെ തന്നെ 5 കിലോമീറ്റർ അപ്പുറം അടുത്ത സഭ, 5 കിലോമീറ്റർ അടുത്ത സഭ.
സഭകൾ പെരുകും, ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത് കൂടുകയും ചെയ്യും. സഭകൾ പെരുകും, സെക്ഷനും അതേ കൺവെൻഷൻ അല്ലെങ്കിൽ മലയാളം ഡിസ്ട്രിക്റ്റിലെ അതേ ദേവദാസന്മാർക്ക് അത് സന്തോഷമായി തീരും. കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നാം ഒരു വാക്കെങ്കിലും നമ്മുടെ അയൽവാസികളോട്, അത് പഠിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഇടത്ത് ഒരു വാക്ക് ഓരോ ദിവസം അത് അവരോടൊന്ന് പറയാൻ, ഒരു വാക്ക്, യേശു എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. അതിനോട് ചേർന്ന് വാക്യം 1 പത്രോസ് 4:1 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു തൻ്റെ 1 പത്രോസ് 4:1 വാക്യം, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കേണ്ടത്. എന്താണ് ക്രിസ്തുവിൻ്റെ ഭാവം? എന്ത് കഷ്ടം സഹിപ്പാൻ. യേശു ക്രിസ്തു എവിടെ ജഡത്തിൽ കഷ്ടം സഹിച്ചു? നമ്മുടെ വാക്യം വായിച്ച് മോൻ പാടിയ പാട്ടിൽ സ്തോത്രം, അത് കാൽവിയിൽ മാത്രമല്ല, ദൈവമക്കളെ ഇവിടെ ആരോടൊക്കെ പറഞ്ഞല്ലോ സ്തോത്രം, നമ്മളെ സ്വന്തക്കാർ മെത്ര അവൻ അറിഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ തൻ്റെ ജനത്തിന് അടുക്കൽ വന്നു. പക്ഷെ അവൻ്റെ ജനം അവനെ സ്വീകരിച്ചില്ല. അവൻ്റെ സ്വന്തം കുടുംബത്തിൽ കർത്താവിൻ്റെ അനിയന്മാരായി പെങ്ങന്മാരായി ജനിച്ചവർ അവനെ തഴച്ചു. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരവനെ വിളിച്ചത് മറിയയുടെ മോനാ, യോസേഫിൻ്റെ മോനല്ല, ഈ മറിയയുടെ മോൻ. നീചമായ രീതിയിലാണ് മനുഷ്യൻ കണ്ടത്. പക്ഷെ അവിടെയും അവർക്ക് വേണ്ടി തുറന്ന മനസ്സോടെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ, സൗഖ്യങ്ങൾ കൊടുക്കുവാൻ കർത്താവിന് 3 വർഷം കർത്താവ് ചെയ്തു, മടികൂടാതെ. പിന്നെ വചനം എന്നിട്ട് പറയുന്നത്, എന്നിട്ടാണ് അവന് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. മാത്രമല്ല, യേശയ്യാപ്രവാചകൻ പറയുന്ന പോലെ അവൻ രോഗം ശീലിച്ചവനായിരുന്നു. നമുക്ക് വരുന്ന പനി, നമുക്കല്ല മറ്റുള്ളവർക്ക് നമുക്കും വരുന്നുണ്ട്, സ്വാതന്ത്ര്യം പോട്ടെ, എങ്കിലും ക്യാൻസർ രോഗങ്ങൾ, ഇതെല്ലാം യേശു അന്നേ സഹിച്ചു, അതുമേ ജയം പ്രാപിച്ചു. അതുകൊണ്ടാണ് ക്യാൻസർ രോഗിയായ ഒരാൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സൗഖ്യം തരുന്നത്, അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കുന്നത്. അതേ ക്യാൻസർ രോഗി വിശ്വാസിയാണെങ്കിലോ, ആ വിശ്വാസിയായ സഹോദരനോ ദൈവദാസന് അവർക്ക് ആത്മധൈര്യത്തിൽ ആത്മബലത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവർക്ക് സാധിക്കുന്ന ആത്മാനുശക്തികളുണ്ടാണ്. ഞാൻ അനുഭവിച്ച മമ്മി അനുഭവിച്ച വർഷങ്ങളോളം അനുഭവിച്ചു. സ്തോത്രം. ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് അതോടെ മരിച്ചു. സൗഖ്യമൊന്നും പ്രാപിച്ചില്ല. കാരണം ഗുളിക കഴിക്കില്ലായിരുന്നു. ഗുളിക കഴിച്ചാൽ അല്പം ആയുസ് കിട്ടിയാനെ. 65 മരിച്ചു. സ്തോത്രം. ദൈവസന്നിധിയാണ് എത്തിയതിന് സന്തോഷം. മാത്രമല്ല, മമ്മിയോട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മമ്മിയെ പോലെ തന്നെ ക്യാൻസർ രോഗി ചികിത്സ ചെയ്യുന്ന ക്യാൻസർ രോഗിയിലെ ആൻറ്റിമാർക്ക് വേണ്ടി മമ്മി പ്രാർത്ഥിച്ച് അവർക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. സ്തോത്രം. അവിടെ പറയുന്നത് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചപ്പോൾ നിങ്ങളും അതേ ഭാവം ആയുധമായി ധരിപ്പിൻ. കാരണം എന്താണ്? വായിച്ച 2:21 കൂടി, ലാസ്റ്റ് 2:21, 2-ാം അധ്യായം 21-ാം വാക്യം. അതുകൊണ്ട് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി, അവന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. പാസ്റ്റർ നേരത്തെ പറഞ്ഞത് നമ്മൾ പറയേണ്ട സമയങ്ങളുണ്ട്. അവിടെ നമ്മൾ പറയുന്നത്, പക്ഷെ എന്നെക്കുറിച്ച് പാപരക്ഷ ഞാൻ ഒറ്റയ്ക്കാണ് പ്രാപിച്ചത്, പ്രാപിച്ചത്. ഞാൻ സ്വർഗത്തേക്ക് പോകുന്നു ഒറ്റയ്ക്കുള്ളൂ. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് പോകുള്ളൂ. സ്തോത്രം. വിളിയേറ്റത് ഒറ്റയ്ക്കാണ്. സർവശക്തനായവൻ വിളിയേറ്റ്, വിശുദ്ധ വിളിയാൽ, പരമ വിളിയാൽ, ഉന്നതമായ വിളിയാൽ വിളിച്ചത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ്. സ്തോത്രം. അവിടെ പറയുന്നത് എന്താണ്? അവൻ ഹല്ലേലൂയ. അതുകൊണ്ട് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്താ? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു മാതൃക, കാഴ്ചയോട് പിന്തുടർന്ന് മാതൃക വെച്ചു പോയി. യേശു മാതൃക വെച്ചു പോയി. വന്നിട്ട് പറയല്ല, രാകേഷ് നീ കഷ്ടം അനുഭവിക്കുക, രാകേഷ് നീ പ്രാർത്ഥിക്കുക, രാകേഷ് നീ കറി, നീ ഉപസിക്കുന്നത് പറയാൻ മാത്രമല്ല, യേശു വന്ന് ചെയ്തു. അതുകൊണ്ട് ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം എന്താണ്? യേശു കണ്ണുനീർ വാർത്തു. സർവശക്തനായവൻ ആണായി, എൻ്റെ ഏറ്റവും വലിയ സംശയം അല്ല, ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന കാര്യം, ആണായി പിറന്നവൻ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കരഞ്ഞുന്ന്. 1-2 ദിവസങ്ങളല്ല, ആണോ? അല്ല, 33 വർഷം യേശു നമുക്ക് വേണ്ടി കരഞ്ഞു. എന്നിട്ടോ ഇന്നും സ്വർഗത്തിൽ ദൈവത്തിന് വലത്തുഭാഗത്തിരുന്നുകൊണ്ട് പിതാവിൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പിതാവെ നശിപ്പിക്കല്ലേ, ഒരു ദിവസം കൂടി, ഒരു നിമിഷം കൂടി അവന് നീട്ടിക്കൊടുക്കണം എന്ന് ഇന്നും യേശു പക്ഷപാതം ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് വേണ്ടി 40 ദിവസം ഉപയോഗിച്ച കർത്താവ് ഒരു മാതൃക വെച്ചേച്ച് പോയി. കഷ്ടം സഹിക്കുന്ന, മുഖത്തടിച്ചപ്പോൾ, തുപ്പിയപ്പോൾ ഒന്നും മിണ്ടാണ്ട് അതേ ഒരു ആടിനെ പോലെ ആയിത്തീർന്ന അനുഭവം. ഞാൻ ഇന്നും പറയും, കർത്താവേ എനിക്ക് കൃപ നൽകണേ. ആരെങ്കിലും തുപ്പിയാ ഞാൻ മിണ്ടാതിരിക്കില്ല, ഞാൻ അടിക്കും. അതെൻ്റെ ജഡം പറയുന്നു. അല്ല, നമ്മളെല്ലാവരും ജഡം പറയുന്നത്. സ്തോത്രം. ക്ഷമയിൽ കൊള്ളുന്ന പാസ്റ്റർ അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതലായി. അതിന് മുമ്പ് ധ്യാനിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദേവദാസം കഴിഞ്ഞ 5-8 വർഷം മുമ്പേ കൺവെൻഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ചിന്തിച്ചത്. സ്തോത്രം. അത് എൻ്റെ മുഖത്ത് തുപ്പ, യേശുവിൻ്റെ മുഖത്ത് 200 പടയാളികൾ തുപ്പിന്ന്. ആ തുപ്പലിങ്ങനെ ഒഴുകി വരിക, മൂക്കിക്കൂടി വായിക്കൂടി, തുടയ്ക്കാൻ പോലും പറ്റില്ല.
കാരണം കയ്യിലെല്ലാം സ്വത്രം മുറിവ തുടയ്ക്കാതെ അവരോട് ക്ഷമിച്ചവൻ. അല്ല, ഞാൻ പറഞ്ഞ എന്നോട് ഈ പാപത്തിന് ചേറ്റിൽ കിടന്ന എന്നെ കർത്താവ് ക്ഷമിച്ചല്ലോ. അപ്പോൾ നമ്മുടെ അയൽവാസി എത്രത്തോളം ക്ഷമിക്കണം? ഉപദ്രവിക്കുന്ന ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, എത്രത്തോളം ക്ഷമിക്കണം? പ്രൈസ് ദി ലോർഡ്. കർത്താവാത്മാ നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ സ്തോത്രം. ഞങ്ങളെ കർത്താവേ നല്ല കൂട്ടായ്മയ്ക്കായി, നല്ല കർത്താവേ ദൈവസഭയ്ക്കായി, കർത്താവേ സഭാ യോഗത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ ദാസയെയും കുടുംബത്തെയും ദൈവസഭയെ കർത്താവേ കുടുംബങ്ങളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ആത്മീയമായ, ഭൗതികമായ, സാമ്പത്തികമായ, ശാരീരികമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ദൈവസഭയെ എഴുന്നേറ്റ് നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ അവർക്ക് ഈ നാളുകൾ കൂടുതലായി നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച വചനം പോലെ ഞങ്ങളുടെ മുതുകത്താവെ ഭാരങ്ങൾ വന്നാലും മനുഷ്യൻ ഞങ്ങളുടെ തലമേലെ താവെ ഓടി അവർ താവെ എന്തൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ ചെയ്താലും അതേപോലെ ക്ഷമയോടെ കാത്തിരിപ്പാൻ യേശുവിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ നാളുകൾ ആത്മശക്തിയോടെ അതേപോലെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങനത്തെ ദൈവസഭയെ ഈ ദേശത്ത് കർത്താവ് സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹീതനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം നൽകിയ ദേവദാസനോടും ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു.